ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. അക്രമ രാഷ്ട്രീയവും വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നതിൽ ഒരുമിച്ച് നിൽക്കുന്നത് CPM-ഉം സംഘപരിവാറാണെന്നും KPCC വക്താവ് സന്ദീപ് വാര്യർ. കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന തിരുവത്ര മോഹനന്റെ രക്തസാക്ഷിത്വ ദിനത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവത്രയിൽ മോഹനൻ രക്തസാക്ഷി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചനയും നടത്തി. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ മുഖ്യ പ്രഭാഷണം നടത്തി. UDF മലപ്പുറം ജില്ലാ ചെയർമാൻ PT അജയ് മോഹൻ മുഖ്യാതിഥിയായി. UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് TS അജിത്, MB ഹൈദരാലി, നേതാക്കളായ CA ഗോപപ്രതാപൻ, P ഗോപാലൻ, ഇർഷാദ് ചേറ്റുവ, മണ്ഡലം പ്രസിഡന്റുമാരായ സുനിൽ കാര്യാട്ട്, KJ ചാക്കോ, OKR മണികണ്ഠൻ, നളിനാക്ഷൻ ഇരട്ടപ്പുഴ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ നിഖിൽ G കൃഷ്ണൻ, CS സൂരജ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി ബീന രവിശങ്കർ, PV ബദറുദ്ദീൻ, KH ഷാഹുൽ ഹമീദ്, KP ഉദയൻ, KV സത്താർ, PK ജമാലുദ്ദീൻ എന്നിവർ സംസാരിച്ചു. നേതാക്കളായ HM നൌഫൽ, MS ശിവദാസ്, തെപ്ഷീർ മഴുവഞ്ചേരി, പ്രദീപ് ആലിപ്പിരി, ബേബി ഫ്രാൻസിസ്, ഷാലിമ സുബൈർ, സുൽഫി പുന്ന, അഡ്വക്കേറ്റ് തേർലി അശോകൻ, KM ഷിഹാബ്, അസ്മത്ത് അലി, ആച്ചി ബാബു, ബൈജു തെക്കൻ, PA നാസർ എന്നിവർ നേതൃത്വം നൽകി. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? ₹1 മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആലുകാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്. പ്ലാറ്റിനം പോലെ സിൽവർ. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.